ഹായ് എല്ലാവർക്കും ഋഷി ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മോഡൽ വാഗണാറിൻ്റെ ZXi പ്ലസ് വേരിയൻ്റാണ്. വാഗണാറിൽ 64,000 രൂപയുടെ ഇയർ ആൻഡ് പ്രൊമോഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണുള്ളത്, എത്രയാണ് അതിൻ്റെ ഓഫറുകൾക്ക് ശേഷമുള്ള അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. വാഗണാറിൻ്റെ ZXi പ്ലസ് വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ വാഗണാറിൽ നിങ്ങൾക്ക് കുഞ്ഞി കാറിനാണ് വാഗണാറിന് വിളിക്കുന്നത്. അത്യാവശ്യം ഫീച്ചേഴ്സിനകത്ത് ZXi പ്ലസ് വേരിയൻറ്റ് തന്നെ മാരുതി കൊടുത്തിട്ടുണ്ട്. ഇയർ ആൻഡ് പ്രൊമോഷൻസിൽ ZXi പ്ലസിൻ്റെ വീഡിയോ ചെയ്യാനാണ്. ഇപ്പോൾ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, ഹെഡ് ലൈറ്റ് നമുക്ക് ഇപ്പോൾ ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഹൈ ബീം ലോ ബീം കാണാം, പാർക്ക് ലൈറ്റും കാണാം, അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ചേർന്ന് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം, ഫുൾ ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴത്ത് കുറേ നമുക്ക് ഫോഗ് ലൈറ്റ് കാണാം, ഫോഗ് ലൈറ്റ് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 165 mm ആണ് വാഗണാറിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ക്രോം ഇൻസേർട്ട് കാര്യങ്ങൾ കാണാം. ഇതാണ് ഫ്രണ്ടിൻ്റെ ലുക്ക്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 14 ഇഞ്ച് അലോയ്സ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. 185/70 ആ 14 ടയർ സൈസ്. ഫ്രണ്ടിൽ ഡിസ്ക്, ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. മിറേഴ്സിൽ നമുക്ക് LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൻ്റെ ലുക്ക്. നമ്മൾ ഫ്ലിപ്പ് ടൈപ്പിലുള്ള ഡോർ ഹാൻഡിൽസ് ആണുള്ളത്. നമ്മൾ ബാങ്ക് അത്യാവശ്യം വലിപ്പമുള്ള വലിയ ഡോറുകളാണ് വാഗണാറിന്, അതുകൊണ്ട് കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. നമുക്ക് റൂഫ് റെയിൽസ് വരുന്നില്ല, നമുക്ക് നോർമൽ ആൻറ്റിന കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാഗണാറിന് ഇപ്പോഴും സ്പോയിലർ കാര്യങ്ങൾ തന്നെ വരുന്നില്ല. നമുക്ക് സ്പോയിലർ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറൈഡ് ചെയ്യാനായിട്ട് പറ്റും. ബാക്കിൽ ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസ്സുകളാണ് ഉള്ളത്. വൈപ്പറും വാഷറും വരുന്നുണ്ട്, D4 ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ടോപ്പ് എൻഡിൽ മാത്രമാണ് വൈപ്പറും വാഷറും കൊടുത്തിരിക്കുന്നത്. ടൈലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ ടൈലൈറ്റുകളാണ് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നത്. സ്റ്റോപ്പ് ലൈറ്റ് ഫംഗ്ഷൻ ചെയ്യും. താഴെ ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ലൈറ്റ് ഹാലജനാണ് കൊടുത്തിരിക്കുന്നത്. താഴെ റിഫ്ലക്റ്റേഴ്സ് കാണാം. 2 പാർക്കിംഗ് സെൻസേഴ്സ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് റിവേഴ്സ് ക്യാമറ കാര്യങ്ങൾ തന്നെ വാഗണാറിൽ വരുന്നില്ല. ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം. ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് അകത്ത് കൊടുത്തിട്ടുണ്ട്. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 390 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണുള്ളത്. നമുക്ക് പാർസൽ ട്രേ വരുന്നുണ്ട്. ബാക്കിലേക്ക് വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളും തന്നെ വരുന്നില്ല. ബാക്കിലേക്ക് ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ്. 60/40 സ്പ്ലിറ്റ് ഓൺ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സ് ഒന്നും ചെക്ക് ചെയ്ത് നോക്കാം. ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡുവൽ ടോൺ കളറിലാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡ് ഫുൾ ബ്ലാക്ക് കളർ കൊടുത്തിരിക്കുന്നു. സോഫ്റ്റ് ടച്ചിനുള്ള ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. 4 ഡോർ പവർ വിൻഡോയുടെ കൺട്രോളും മിറർ കൺട്രോൾ ചെയ്യാൻ 4D ഓൺ ഓപ്ഷൻ കാണാം. ഡ്രൈവർ ലെവിൻ്റെ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് നമുക്ക് ക്രോം സിൽവർ ഫിനിഷ് കൊടുത്തിരുന്നു. താഴെ നമുക്ക് സ്പീക്കർ ബില്ലാണ് ബോട്ടിൽ ഓടിച്ച് കൊടുത്തിരുന്നു. ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ആണ് ഓപ്ഷനൊന്നും കൊടുത്തിട്ടില്ല. നമുക്ക് ഈ ഒരു ലെതർ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. ഈ ഒരു ലെതർ ഫിനിഷ് തോന്നുന്ന ഒരു സീറ്റ് കവർ ഷോറൂമിൽ നിന്ന് ആക്സസറായിട്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഇത് മാനുവൽ ആയതുകൊണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡെപ്പഡിൽ കാണാം. നമുക്ക് ഫീൽഡ് ഓപ്പൺ ചെയ്യാനുള്ളതും ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ളതും ട്രാക്ഷൻ കൺട്രോൾ, ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ഉള്ള ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. ഇനി അങ്ങനത്തെ ഫീച്ചേഴ്സ് ഞങ്ങളും ചെക്ക് ചെയ്യാം. ഇൻറ്റീരിയറിന് ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സിനകത്ത് വാഗണാറിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം മറ്റു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിന് വന്നാൽ നമുക്ക് മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് എടുത്തിട്ടുണ്ട് കൊടുത്തിരിക്കുന്നത്. സ്റ്റാർ സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഇടവശത്ത് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റിയറിംഗ് ഗ്രിപ്പ് അതിനകത്ത് ആക്സസറൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് ടിൽറ്റ് ആണ് ഓപ്ഷൻ മാത്രമാണുള്ളത്. ടെലിസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻസ് വരുന്നില്ല. നമുക്ക് ഇടവശത്ത് വൈപ്പറും പലവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റിന് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ക്ലസ്റ്റർ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അനലോഗ് ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ്. അത് റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് RPM മീറ്ററും കാര്യങ്ങളും വരുന്നുണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫോർമേഷൻസ് വരുന്നുണ്ട്. നമുക്ക് ആവറേജ് ഫീൽ ഡിസ്റ്റൻസ് 20 അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ എല്ലാ വാഹനങ്ങളും കാണാം. സ്മാർട്ട് പ്ലേ 7 ഇഞ്ചിൻ്റെ സ്ക്രീനാണുള്ളത്. ആൻഡ്രോയിഡ് ആപ്പിൾ കാപ്പിൾ എല്ലാം വയേർഡ് ആയിട്ടാണുള്ളത്. അത്യാവശ്യം ഫീച്ചേഴ്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നില്ല. നമുക്ക് ആകെ പകരം പാർക്കിംഗ് സെൻസേഴ്സ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. താഴത്ത് നമുക്ക് AC വെൻസ് കാണാം. നമുക്ക് വളരെ ചെറിയ ഡാഷ്ബോർഡാണ്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ഓൺ ഓപ്ഷൻസ് വരുന്നില്ലെങ്കിൽ ബോണറ്റ് എല്ലാം കണ്ട് സുഖമായിട്ട് ഓടിക്കാനായിട്ട് പറ്റും. ഹസാരേട്ടൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. മാനുവൽ AC കൺട്രോൾസ് ആണ്. 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. USB ആയിട്ടുള്ള ഓപ്ഷൻ കാണാം. സ്റ്റോറേജ് സ്പേസ് കാണാം. മാനുവൽ ഗിയർ ലോർ കൊടുത്തിരിക്കും. ടോപ്പിൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആണ്
നമുക്ക് 2 കപ്പോളം ഇവിടെ ബാക്കിൽ സ്റ്റോറേജ് കാണാം. സെൻറ്റർ ആംബ്രസ്റ്റ് വരുന്നില്ല. നമുക്ക് അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ഫിക്സഡ് ഹെഡ്രസ്റ്റോടെ സീറ്റുകളാണുള്ളത്. സീ ബെൽറ്റ് ഫിക്സഡ് സീ ബെൽറ്റ് ആണുള്ളത്. ഗ്രാബ് ഹാൻഡിൽസ് ഫിക്സഡ് ഗ്രാബ് ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. കോ ഡ്രൈവേഴ്സ് ആൻഡ് സംവേഴ്സസ് വിത്ത് മിറർ ആണുള്ളത്. സെൻറ്റർ IR VMs, മാനുവൽ ഡിമ്മിങ്ങൾ IR VMs, റീഡിംഗ് ലൈറ്റുകൾ ഹാലജൻ ആണ്. ഡ്രൈവേഴ്സ് ആൻഡ് സംവേഴ്സസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോ ബോക്സിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഡീസൻറ്റ് സൈസുള്ള ഗ്ലോ ബോക്സ് ആണ്. വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഞങ്ങളും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഓൾ ഓവർ ഇൻറ്റീരിയർ ലുക്ക്. അത്യാവശ്യം ഫീച്ചേഴ്സ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് യാത്രക്കാരെ കംഫർട്ട് കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം വേറെ തുറക്കാൻ പറ്റുന്ന ഡോറുകളാണ്. കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. ഡോർ പാഡ്സ് ഫുൾ ബ്ലാക്ക് കളർ കൊടുത്തെങ്കിൽ കൗണ്ടർ കൺട്രോൾ കാണാം. ഡോർ ഹാൻഡിൽസ് സിൽവർ ഫിനിഷിലാണുള്ളത്. താഴെ സ്പീക്കറബില് ബോട്ടിൽ ഓർഡേഴ്സ് കാണാം. ബാക്കിലേക്ക് AC വെൻസും തന്നെ വാഗണാറിൽ വരുന്നില്ല. ബാക്കിലേക്ക് ഫിക്സഡ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണുള്ളത്. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീ ബെൽറ്റ് കൊടുത്തിരിക്കുന്നു. നമുക്ക് അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ലെഗ് റൂം നീറും കാണാം. ഹെഡ് റൂം നോക്കുവാണെങ്കിൽ നിവർ നിന്നാൽ പോലും ഏകദേശം ഒരു 4 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വൈഡായിട്ടുള്ള ബാക്ക് അത്യാവശ്യം വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ബാക്കിലേക്ക് നമുക്ക് 2 വശത്തും ഫിക്സഡ് ഗ്രാബ് ഹാൻഡിൽസ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. വാഗണാറിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോഴും ബേസ് എൻ്റെ തൊട്ട് നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡായിട്ട് വരുന്നുണ്ട്. ABS CBT ട്രാക്ഷൻ ആൻഡ്രോയിഡ് ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ട്രൈഡ് ആൻഡ് ടെസ്റ്റ് 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണുള്ളത്. വിത്ത് 5 സ്പീഡ് മാനുവൽ വിത്ത് 5 സ്പീഡ് ഓട്ടോമാറ്റിക് അങ്ങനെ അത്യാവശ്യം ഫീച്ചേഴ്സ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് LXi വെൻറ്റിന് 5,18,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. VXiയിലേക്ക് വന്നാൽ VXi മാനുവൽ 8,58,000 രൂപയും ഓട്ടോമാറ്റിക് 9,40,000 ഓൺ റോഡ് ഇറക്കാം. ZXiയിലേക്ക് വന്നു കഴിഞ്ഞാൽ ZXiക്ക് 9,46,000 രൂപയും ഓട്ടോമാറ്റിക് നമുക്ക് 9,47,000 രൂപയ്ക്കും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ZXi പ്ലസിലേക്ക് വന്നു കഴിഞ്ഞാൽ ZXi പ്ലസ് 9,46,000 രൂപയും ഓട്ടോമാറ്റിക് 9,80,000 രൂപയ്ക്കും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഫോർ ഇൻഫർമേഷൻസിൽ അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി അടുത്ത അപ്ഡേറ്റ് കാണുന്നവർ ബൈ.